Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കത്തോലിക്ക സഭയെക്കുറിച്ചാണല്ലേ പറയുന്നത്. പക്ഷെ എൻ്റെ ചോദ്യങ്ങൾ അങ്ങ് തീരുന്നില്ല അല്ലേ? തീർന്നോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ ഡൗട്ട്സൊക്കെ റെഡിയാണോ? അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. നമുക്ക് വേഗം വചനവും സുഹൃജപവും പഠിച്ചിട്ട് പോവാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇനി സുഹൃജപം. ഈശോയെ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്താണ് കൂദാശകൾ? ആരാണ് അവയെ സ്ഥാപിച്ചത്? ഈശോയുടെ രക്ഷാകര കർമ്മം ഇന്ന് ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ നമുക്ക് അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ ലഭിക്കുന്നതാണ് കൂദാശ. ഈശോ തൻ്റെ ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളെ സഭ പിന്നീട് കാലക്രമേണ മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ രക്ഷാകര കർമ്മം ഇന്ന് നമ്മളെ വിശുദ്ധീകരിക്കാവുന്ന രീതിയിൽ സഭ നമുക്ക് വേണ്ടി 7 കൂദാശകളുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചു. ഇത് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം നമുക്കുള്ളതുകൊണ്ട് ഈ കൂദാശകൾ 7 കൂദാശകൾ നമ്മൾ വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളായി നമ്മൾ സ്വീകരിക്കുന്നു. ശരിയല്ലേ? നിങ്ങൾ ഏതൊക്കെ കൂദാശകൾ സ്വീകരിച്ചിട്ടുണ്ട്? മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, കുംഭസാരം. ഇതുകൂടാതെ വേറെ ഏതൊക്കെ കൂദാശകളുണ്ട്? വിവാഹം, തിരുപ്പട്ടം, രോഗീലേപനം. അതാണ് 7 കൂദാശകൾ. ഈ കൂദാശകളെല്ലാം മനുഷ്യൻ്റെ ജീവിത അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് തുല്യമായിട്ട് നിൽക്കുന്നതാണ് ആത്മീയമായിട്ടുള്ള ജനനം, മാമോദീസ. ഒരു മനുഷ്യൻ രോഗം വന്നു, മരുന്ന് കൊടുത്തു, സുഖപ്പെട്ടു, അതിന് തുല്യമായിട്ട് നമുക്ക് പറയാം രോഗീലേപനം. കണ്ടോ? ഒരാൾക്ക് കടുത്ത രോഗം വന്നു, മരണാവസ്ഥയിലായിരുന്നു, കയറിപ്പോന്നു. അപ്പോൾ രോഗീലേപനം പോലെ തന്നെ മറ്റൊരു കാഴ്ചപ്പാടും കൂടി നമുക്കുണ്ട്.
കുമ്പസാരം എന്നുള്ള കൂദാശ അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പാപികളായ മനുഷ്യർക്ക് ഏത് കൂദാശ? കുമ്പസാരം എന്ന കൂദാശ അല്ലേ? നമ്മുടെ കർമ്മപാപത്തിന് തീർച്ചയായും അത് മാറിപ്പോകുന്നത് ഏത് കൂദാശയിലൂടെ? കുമ്പസാരം എന്ന കൂദാശയിലൂടെ. ഇനി പരിശുദ്ധ കുർബാന, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശാരീരിക വളർച്ചയ്ക്കും സുസ്ഥിതിക്കും വേണ്ടിയാണ്. അതുപോലെ തന്നെ ആത്മീയമായ ഭക്ഷണമാണ് എന്ത്? പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ സ്വീകരിച്ച് നമ്മൾ ഈശോയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ പൗരോഹിത്യ കൂദാശയിലൂടെ ക്രിസ്തു എന്ന പുരോഹിതനിലേക്ക് ഓരോരുത്തരും ചേരുന്നു. ഒറ്റ പുരോഹിതനുള്ളൂ, ക്രിസ്തുവേ ഉള്ളൂ. പക്ഷേ അതിലേക്ക് ഓരോരുത്തരും വന്നു ചേരുന്നു. ക്രിസ്തു എന്ന പുരോഹിതൻ്റെ പ്രതിപുരുഷനായിട്ട് മാറുന്നു പൗരോഹിത്യം അല്ലേ? ഇനി ക്രിസ്തുവും സഭയും ഒന്നിച്ച് നിൽക്കുന്നത് പോലെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തു സഭയുടെ ശിരസാണ് എന്ന് പറയുന്നത് പോലെ വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 7 കൂദാശകളെയും കാണാൻ കഴിയും. 3 കൂദാശകളെ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കൂദാശകൾ എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? മാമോദിസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. അതാണ് അതിൻ്റെ അർത്ഥം. മായാത്ത മുദ്ര എന്ന് വെച്ചാൽ അത് വീണ്ടും ആവർത്തിക്കാൻ കഴിയില്ല എന്നാണ് അല്ലേ? അത് ഒരു പ്രാവശ്യമേ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കൂദാശകൾ 7 7 കൂദാശകളും യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി യേശു നമുക്ക് തന്നതാണ്. പക്ഷേ സഭ കാലക്രമേണ അത് മനസ്സിലാക്കിയെടുക്കുകയും 7 എന്ന് കൃത്യമായി നിജപ്പെടുത്തി നമുക്ക് തരികയും ചെയ്തതാണ്. നമ്മുടെ വിശുദ്ധീകരണ കർമ്മത്തിന് അവ തീർച്ചയായും ആവശ്യമാണ്. വിശുദ്ധ കുർബാനയിൽ ഓസ്തിയും വീഞ്ഞും ശരിക്കും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ നമുക്കറിയാമല്ലോ, വിശുദ്ധ കുർബാന ആദ്യം എപ്പോഴാണ് അത് സ്ഥാപിച്ചത്? അത് പെസഹ അല്ലേ? പെസഹ ദിനത്തിൽ ഈശോ പറഞ്ഞത്? അപ്പോൾ എടുത്തിട്ട് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. ഈശോ ശരീരമാണെന്ന് പറഞ്ഞാൽ അത് ശരീരം ആണ്. ഈശോ രക്തമാണെന്ന് പറഞ്ഞാൽ അത് രക്തം ആണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ഈശോ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ളൊരു പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ടാകും, ഭക്ഷിക്കാത്തവന് നിത്യജീവനുണ്ടാകും. എൻ്റെ രക്തം പാനം ചെയ്യുന്നവനും നിത്യജീവനുണ്ടാവും, പാനം ചെയ്യാത്തവന് നിത്യജീവനില്ല. ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി. ഈശോയുടെ കൂടെ നടന്നിരുന്ന ആളുകളൊക്കെ കൂടി എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി കളഞ്ഞു. അവർ പിന്നെ കൂടെ നടന്നില്ല. ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകണമോ? അതായത് എൻ്റെ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ പ്രബോധനം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോഴും നിങ്ങൾ കാണുന്നത് അപ്പമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുമ്പോഴും നിങ്ങൾ കാണുന്നത് വീഞ്ഞ. പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്നില്ല എന്നാണ് ഈശോയിലൂടെ പറഞ്ഞത്. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകാനാ? അർത്ഥം എന്താണെന്നോ? നീ പറയണത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, പോകാൻ വേറെ ആളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോയേനെ. പക്ഷേ നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നും നിന്നിൽ നിത്യജീവൻ്റെ വചസ്സുകളുണ്ടെന്നും ഞങ്ങൾ. അപ്പം അതിൻ്റെ അർത്ഥം ഈശോ പറഞ്ഞത് അത് അതുപോലെ തന്നെ സംഭവിക്കും. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരമായിട്ട് ഈ അപ്പം മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറുന്നുണ്ട്. ഈ വീഞ്ഞ് ഈശോയുടെ രക്തമായിട്ട് മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറുന്നുണ്ട്. പക്ഷേ ആ രൂപം മാറാൻ കർത്താവ് അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവും. ശരിയല്ലേ? അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കും. എന്നാലും പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ലോകത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട്. ശരിയല്ലേ? പലയിടത്തും നടന്നിട്ടുണ്ട്. ശരിക്കും മാംസമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ പറയപ്പെടുന്നു അല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ കുർബാന ഈശോയുടെ ശരിക്കും ശരീരവും രക്തവും ആണ്, ഒരു സംശയവുമില്ല. ഈ കൂദാശകൾ കത്തോലിക്കർക്ക് മാത്രമേ ഉള്ളൂ?
കൂദാശകൾ കത്തോലിക്കർക്ക് മാത്രമല്ല ഉള്ളത്. 7 കൂദാശകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകൾക്കെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പഴക്കമുള്ള എല്ലാ സഭകൾക്കും കൂദാശകൾ ഉണ്ട്. അത് വളരെ വ്യക്തമാണ്. എന്നാൽ ചില കൂട്ടർക്ക് കൂദാശകൾ എന്നല്ല, അവർക്ക് അതൊരു എന്താണ് പറയുന്നത്, ഓർമ്മ ആചരണം മാത്രമാണ്. ഒരു കർമ്മം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലം എന്നുള്ള രീതിയിൽ അവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയും ഒരു കാര്യം അവിടെയുണ്ട്. മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്കറിയാമല്ലോ, അപ്പസ്തോലന്മാരെയാണ് ഈശോ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത്, അല്ലേ? നിങ്ങൾ പോയി ലോകമെങ്ങും പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പസ്തോലന്മാർ പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെ പഠിപ്പിക്കുന്നതിൽ പത്രോസിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? സഭയെ മുഴുവൻ നയിക്കുന്നത് പത്രോസാണ്. അങ്ങനെ ഉള്ള പത്രോസിൻ്റെ സ്ഥാനത്താണ് മാർപ്പാപ്പ, ശരിയല്ലേ? ഇന്നത്തെ പത്രോസാണ് മാർപ്പാപ്പ. വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ച് ഔദ്യോഗികമായി മാർപ്പാപ്പ സാധാരണ രീതിയിൽ ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ തെറ്റില്ല എന്നതാണ് അപ്രമാദിത്വം എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇനി ഓർക്കേണ്ട കാര്യം, കൗൺസിലുകളിലാണ് വളരെ വിശാലമായ കാര്യങ്ങൾ, വളരെ പ്രശ്നം പിടിച്ച കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സാധാരണയിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ മാർപ്പാപ്പ സാധാരണ പഠിപ്പിക്കലിൽ പറയാറില്ല. അപ്പോൾ വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ മാർപ്പാപ്പയുടെ സാധാരണ പഠിപ്പിക്കൽ തെറ്റില്ല എന്നുള്ളതാണ് അപ്രമാദിത്വം. ഓക്കെ. അച്ഛനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയോ? നമ്മൾ ഷാലോം ടിവിനോട് എന്തുമാത്രം നന്ദിയാണല്ലേ പറയേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത്, ഇല്ലേ? ഇപ്പം ഇന്നാണെങ്കിൽ പോലും കത്തോലിക്ക സഭയെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, ഇല്ലേ? അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ വചനവും സുഗ്രഹിച്ചപ്പോൾ ഏറ്റു പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഓക്കെ, ഇനി സുഗ്രജപം. ഈശോയെ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നല്ലൊരു ആക്ഷൻ സോങ് ആയിരുന്നു അല്ലേ? അവരെന്ത് മാതിരി എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അമ്മാമ്മ ഇന്ന് ആരുടെ കഥയാണ് പറഞ്ഞതെന്ന് നമുക്ക് പോയി നോക്കാം. അതിനു മുമ്പ് വചനവും സുഗ്രഹിച്ചപ്പോൾ ഏറ്റുപറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. സുഗ്രജപം. ഈശോയെ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ കമില്ലസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ?
നല്ലതൊരു വലിയ വിശുദ്ധനാണ്. ദൈവസ്നേഹത്തെയും മനുഷ്യസ്നേഹത്തെയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് വളരെ ശ്രമിച്ച, പ്രാർത്ഥിച്ച ഒരു വ്യക്തി. വിശുദ്ധ കമില്ലസ് കർത്താവിൻ്റെ വചനം അതേപടി പാലിച്ചവനാണ്. അതായത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. അതുപോലെ തന്നെ തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഈ സ്നേഹത്തിന് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച ഒരു വലിയ വിശുദ്ധൻ. ഇദ്ദേഹം റോട്ടിൽ കൂടി അശരണരായിട്ടുള്ളവരും രോഗികളായിട്ടുള്ളവരും സഹായം ആഗ്രഹിക്കുന്നവരെ ആരെ കണ്ടാലും അവിടെ നിന്ന് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഒരു മടിയില്ലാതെ അവിടെ നിന്ന് അവരെ സന്തോഷമായിട്ടാണ് പറഞ്ഞയക്കുന്നത്. അതായത് ആരെ ശുശ്രൂഷിക്കുമ്പോഴും അത് ഈശോയെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് കാണുന്നത്. ഒരിക്കലേ റോമിൽ വലിയൊരു ക്ഷാമം, ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി ഭക്ഷണമില്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിശുദ്ധൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പണക്കാരുടെ അടുത്ത് നിന്ന് പലതും സമ്പാദിച്ച് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്ത് അവരുടെ പട്ടിണി മാറ്റാൻ ഒത്തിരി ശ്രമിച്ച്. തന്നെയുമല്ല, അവർക്ക് അവിടെ ഒരു ആസ്പത്രി ഉണ്ടാക്കി ആ ആസ്പത്രിയിൽ ഭക്ഷണവും മരുന്നും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ എന്ത് ത്യാഗം സഹിച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ സന്നദ്ധത പ്രകടിപ്പിച്ചത്. അതായത് ദൈവസ്നേഹത്തെ പ്രതിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള ആ ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് തോന്നാറില്ല. അതുപോലെ തന്നെ പുള്ളി എവിടെയെങ്കിലുമൊക്കെ ഈ ആസന്ന മരണരായി കിടക്കുന്നവർക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ പോകും. ഈ അന്ത്യകൂദാശ കൊടുക്കാൻ പോകുന്നത് വളരെ സ്ട്രെയിൻ ചെയ്താണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് പല രോഗങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം, കാലിലൊരു വലിയൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും പുരട്ടിയിട്ടും ഒന്നും മാറിയില്ല. ആ മുറിവ് ഇങ്ങനെ ഉണങ്ങാതെ ഭയങ്കര വേദന, ആഴത്തിലുള്ള മുറിവായിരുന്നതുകൊണ്ട് ഞരമ്പൊക്കെ കേടായിരുന്നു. അപ്പം ഞരമ്പിൻ്റെ വലിച്ചിലും നീരും ഒക്കെ ആയിട്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു രോഗിക്ക് വേണ്ടി അന്ത്യകൂദാശ കൊടുക്കാനായിട്ട് പോയതാണ്. പോന്നപ്പോൾ രാത്രിയായി, കുറ്റിയിരുട്ട്, ഒരു നിവർത്തിയില്ല, നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ സഹായത്തോടു കൂടി പുള്ളി നടന്ന് ഒരു മരത്തിൽ തട്ടി വീണ് കഴിഞ്ഞപ്പോൾ കാലിലെ മുറിവ് ഭയങ്കരമായിട്ട് വീണ്ടും പൊട്ടി രക്തം ഒലിച്ചുകൊണ്ടാണ് താമസ സ്ഥലത്തെത്തിയത്. താമസ സ്ഥലത്തെത്തി അവിടെ ചെന്ന് കുറേ നേരം പല ഇതും ഒക്കെ ചെറിയ ചില്ലറ പണികളൊക്കെ ചെയ്ത് നോക്കി. എന്നിട്ട് വേദനക്കൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കാലത്ത് എഴുന്നേറ്റ് തൻ്റെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അങ്ങനെയാണ് തന്നെപ്പറ്റി ഒട്ടും ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. ഒരിക്കലൊരു സ്ഥലത്ത് റോമിലേക്ക് വേറൊരു വൈദികനുമായിട്ട് പോവുകയാണ്. പോയി ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് മഴയും ചെളിയും എല്ലാം. നടന്നാണ് പോണത്. നടന്ന് പോകുമ്പോൾ കാലിലൊക്കെ ഈ ചെളിയും ഇതൊക്കെ ആയി, രക്തം ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ പോകുമ്പോൾ ഈ വൈദ്യൻ തിരിച്ചു വന്നപ്പോൾ വൈദ്യൻ പറയുകയാണ്, ഓ, ഞാനായിരുന്നെങ്കിൽ ആ കട്ടിലിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുകയില്ല, അത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു പണിയാണിത്, എന്തിനാ ഇങ്ങനെ ഇത്രയും സ്ട്രെയിൻ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്താലും മതിയാവണില്ല എന്ന്.
കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി. എന്നിട്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ എനിക്ക് ഈ വേദന സഹിക്കാനുള്ള അങ്ങയെ പ്രതി, അങ്ങയുടെ സ്നേഹത്തെ പ്രതി സഹിക്കാനുള്ള ശക്തി തന്നതിനെ ഓർത്ത് നന്ദി പറയണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കയറിയത്. അപ്പോൾ എന്ത് ത്യാഗം സഹിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നന്മയും ചെയ്യാനായിട്ട് ഒരു മടിയുണ്ടായിരുന്നില്ല. പുള്ളി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതാണ്, കർത്താവേ എനിക്ക് ഈ ചെറിയ ഹൃദയം, അങ്ങ് ഇത്ര മഹാമനസ്കനാണല്ലോ, അങ്ങയുടെ വലിയ ഹൃദയത്തിലേക്ക് എൻ്റെ ഈ ചെറിയ ഹൃദയം ചേർത്ത് വയ്ക്കാനായിട്ട് എങ്ങനെ പറ്റും? അതുകൊണ്ട് എനിക്ക് കുറേ കൂടി ഹൃദയങ്ങൾ തന്ന് സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് ഹൃദയങ്ങൾ തരാൻ. അത്രമാത്രം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ കമില്ലസ്. പള്ളികളിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണല്ലേ ഇപ്പോൾ കണ്ടത്. നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാ? ഈശോയോട് സംസാരിക്കാൻ, അതേപോലെ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാൻ അല്ലേ. അപ്പോൾ ഇനി മുതൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധയുള്ളവരായി നിൽക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സംശയങ്ങളൊക്കെ കഴിഞ്ഞോ? ഫുള്ളായിട്ടങ്ങ് കഴിഞ്ഞിട്ടില്ല അല്ലേ? ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വചനം സുഖിച്ചപ്പോൾ ഒന്നും കൂടെ ഏറ്റു പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ം അധ്യായം 24-ം വാക്യം. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇനി സുഗതജപം. ഈശോയെ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണും. അതുവരേക്കും ബൈ.